ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു വെറൈറ്റി പിടിച്ചാൽ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇറച്ചി, നമ്മുടെ തലശ്ശേരിക്കാരൻ സ്വന്തം ഇറച്ചി ചോറാണ് നമ്മളിവിടെ ഉണ്ടാക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, അങ്ങനെ എല്ലാം. ഗാർലിക്, ജിഞ്ചർ, കറിവേപ്പില, പച്ചമുളക്, ലെമൺ, അങ്ങനെ. ഇനി അതെല്ലാം ഒന്ന് കഴുകി ഫ്രഷ് ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇറച്ചി ചോറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇനി നമുക്കിത് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്, ഇതൊക്കെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലത്തെ മഞ്ഞളും മുളക് പൊടിയും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ വാട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് ഈ ഒരു മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി. നിങ്ങൾ നമ്മളെ ബീഫ് എവിടെയെന്ന് ഗൈസ്, അപ്പൊ ബീഫ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഫ് നന്നായി വേവിച്ചെടുക്കുക. മസാല റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിനി റൈസിന്റെ പണിയിലേക്ക് റൈസ് ഒന്ന് നല്ലോണം കഴുകിയെടുക്കാം. അങ്ങനെ ഇത് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഗീ എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് ഉള്ളി, കറാമ്പ്, ഏലക്ക, ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമണും ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾ എടുത്ത റൈസിന് കറക്റ്റ് ആയിട്ടുള്ള വെള്ളവും കൂടി, ടർമറിക് പൗഡറും, പിന്നെ ഒരു ഇഞ്ച് ഉപ്പും, പിന്നെ ഗരം മസാല പൊടിയും. പിന്നെ നമ്മൾ മെയിൻ പോർഷൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് മസാലയും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത്. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ സ്വന്തം തലശ്ശേരി ഇറച്ചി ചോറ് ഇവിടെ റെഡി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതല്ലേ, വായല അങ്ങ് എടുക്കുക, അതിലത്ത് കുറച്ച് ചോറിടുക, കുറച്ച് ചമ്മന്തി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ. ബൈ ബൈ.